ആഫ്രിക്കൻ വൻകരയുടെ താരങ്ങളും ഏഷ്യൻ വൻകരയുടെ താരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. 2020 ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇറങ്ങുന്നു. ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് കലാശ പോരാട്ടം. വിവരങ്ങളുമായി ക്രിസ്റ്റി എം തോമസ് നമുക്കൊപ്പം ചേരുന്നു. ക്രിസ്റ്റി, വെരി വെരി ഗുഡ് മോർണിംഗ്. വളരെ ഈ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഒരു സൂപ്പർ ഡേ ആണ്. മഴ തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ ഇന്ന് തന്നെ ഫൈനൽ മത്സരം നടക്കും. നാളെ റിസർവ് ഡേ ഉണ്ട്. 2007 ശേഷം കപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഹിറ്റ്മാൻ്റെ സംഘം ഇറങ്ങുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് നമുക്കുള്ളത്, എന്തൊക്കെ വെല്ലുവിളികളാണ് നമുക്ക് മുന്നിലുള്ളത്? ക്രിസ്റ്റി എം തോമസ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു ദിനം. നമുക്കറിയാം, 2007 കിരീട പോരാട്ടത്തിന് ശേഷം ഒരു കിരീടം കൂടി വീട്ടിലേക്ക് എത്തിക്കാൻ ഇന്ത്യൻ സംഘങ്ങളിൽ നിന്ന് ഇറങ്ങുകയാണ് രോഹിത് ശർമ്മ ഹിറ്റ്മാൻ സംഘത്തിനും. അത് കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആശംസിക്കുന്നത്. 2014 നമുക്ക് നഷ്ടപ്പെട്ട കിരീടം, ശ്രീലങ്കയുമായി നഷ്ടപ്പെട്ട കിരീടം വീണ്ടെടുക്കാൻ തന്നെയായിരിക്കും ഹിറ്റ്മാൻ സംഘം ഇറങ്ങുക. നമുക്ക് കാണാൻ സാധിക്കും, കഴിഞ്ഞ മത്സരങ്ങളെല്ലാം മികച്ച ഫോമിലൂടെ 7 മത്സരങ്ങളിലും ജയിച്ചു തന്നെയാണ് ഇന്ത്യയുടെ വരെ. ഒരു മത്സരം വാഷൗട്ടായി പോകുന്ന കാനഡയുമായി. ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചും അവർ മികച്ച ഫോമിൽ തന്നെയാണ്. എല്ലാ മത്സരങ്ങളിലും ജയിച്ചു തന്നെ ദക്ഷിണാഫ്രിക്കയും ഫൈനലിലേക്ക് ബാർബഡോസിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാകുന്നത് മഴ തന്നെയാണ്. മഴ കളിച്ചു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. 190 മിനിറ്റ് അധികം അനുവദിക്കും. പക്ഷേ ഈ സമയത്തിനുള്ളിൽ തന്നെ വിജയം കണ്ടെത്താനായില്ലെങ്കിൽ അതൊരു റിസർവ് ഡേയിലേക്ക് പോകും. നമുക്കറിയാം, ഇന്ത്യൻ സമയം 11:10 മത്സരം തുടങ്ങാനായാലും, മഴ മൂലം അങ്ങനെ താമസിച്ചു കഴിഞ്ഞാൽ 11:10 മത്സരം തുടങ്ങാനായാലേ ഒരു ദിവസം ആ മത്സരം പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. 10 ഓവർ മത്സരം കളിച്ചാലേ വിജയം നമുക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ റിസർവ് ഡേയിലേക്ക് പോകും. റിസർവ് ഡേ എന്ന് പറയുന്നത് ഞായറാഴ്ചയിലേക്ക് കടന്നാൽ അന്ന് മത്സരങ്ങൾ അന്നും ഈ മഴ തന്നെ കളിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അന്ന് ഇരു ടീമുകളെ വിജയമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മഴ കളിക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച്, മലയാളി ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസൺ വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്കറിയാൻ സാധിക്കും, സൂപ്പർ 8 ശേഷം ഇന്ത്യ ഒരു മാറ്റത്തിന് തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ ശിവം ദുബൈക്ക് നിറം മങ്ങിയ ഫോമിലിരിക്കുന്നു. ഓസ്ട്രേലിയക്കെതിരെയും അവസാനം ഇംഗ്ലണ്ടിനെതിരെയും യാതൊരു രീതിയിലും ശിവം ദുബൈക്ക് തിളങ്ങാനായില്ല. അതുകൊണ്ട് തന്നെ ശിവം ദുബൈ മാറ്റി നിർത്തി സൈഡ് ബെഞ്ചിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസന് സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ എടുക്കാൻ ഇന്ത്യൻ ടീം തയ്യാറാകുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ടീമിനെ നിലനിർത്തുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ സാധ്യതകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അരുൺകുമാർ. ഓക്കെ, അപ്പോൾ വളരെ ക്രിസ്റ്റി മത്സരമൊക്കെ എൻജോയ് ചെയ്യുക. ക്രിസ്റ്റിയുടെ ഒരു സാധ്യത എങ്ങനെയാണ്? നമ്മൾ എത്ര റൺസിന് ജയിക്കാനാണ് സാധ്യത, അതല്ലെങ്കിൽ എത്ര വിക്കറ്റിന്? തോൽക്കുന്നു എന്നൊരു സംഭവം ഉദിക്കുന്നതേ ഇല്ലല്ലോ. ഒരു വലിയ സ്കോറിലേക്ക് പോകുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു 8 വിക്കറ്റിന് ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം രോഹിത് ശർമ്മ ഫോമിൽ തന്നെയാണ്. കോഹ്ലി ഫോമിലേക്ക് ഉയരുമോ എന്നുള്ളത് നമ്മളെല്ലാവരും ഉറ്റുനോക്കുകയാണ്. കോഹ്ലി തിരിച്ചു വരട്ടെ. അങ്ങനെ പ്രതീക്ഷിച്ചാൽ കോഹ്ലി കസറും ഇന്ത്യ ജയിച്ചു കയറി വരും. സൂര്യകുമാർ യാദവിന്റെ പ്രകടനം ഇന്നത്തെ ദിവസം നിർണായകമായിരിക്കും. കഴിഞ്ഞ തവണ ഇംഗ്ലണ്ടിനെതിരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. രോഹിതിനോടൊപ്പം ശക്തമായിട്ട് തന്നെ സൂര്യകുമാർ യാദവിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. പക്ഷേ ബൗളർമാരായിരിക്കും ഇന്ന് മാൻ ഓഫ് ദ മാച്ച്. ഒരു ബാറ്റ്സ്മാൻ ആയിരിക്കും, ബൗളർ ആയിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ക്രിസ്റ്റി. നിലവിൽ സാഹചര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊരു ബൗളർ ആവാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ബാറ്റ്സ്മാൻ തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം അതൊരു ബാറ്റിംഗ് പിച്ചായി മാറുന്നു. ആദ്യം ടോസ് നേടുന്നവർ ബാറ്റിംഗ് തിരഞ്ഞെടുക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്പണർ ബാറ്റ്സ്മാൻമാരിൽ ഒരാൾ തന്നെയായിരിക്കും മാൻ ഓഫ് ദി മാച്ചിലേക്ക് വരിക എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്റ്റിയുടെ നാവ് പൊന്നായിരിക്കട്ടെ എന്നുള്ളതാണ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ വിജയം ക്രിസ്റ്റി പ്രവചിച്ചതുപോലെ ഇന്ന് ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാന് മാൻ ഓഫ് ദി മാച്ച് കിട്ടുകയും ഇന്ത്യ ഒരു വലിയ മാർജിനിൽ ഇന്നത്തെ ഫൈനൽ അടിച്ച് കസറുകയും ചെയ്യട്ടെ. അടിച്ച് കയറിവാ മോനെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ക്രിസ്റ്റി, താങ്ക് യു. ഈ പ്രഭാതത്തിൽ ക്രിസ്റ്റിയുടെ ഈ പ്രതീക്ഷ പോലെ, ഇന്ത്യക്കാരുടെ മുഴുവൻ പ്രതീക്ഷ പോലെ, ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി 2007 ശേഷം പല ഘട്ടങ്ങളിലും കപ്പിനും ചുണ്ടിനുമിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ആ മത്സരം കാണണം. രാത്രി 8 മണിക്ക് അമേരിക്കയിൽ ബാർബഡോസിൽ വെച്ചാണ് ഈ മത്സരം നടക്കുന്നത്. ബാർബഡോസിൽ വെച്ച് ഈ മത്സരം നടക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ പുലിക്കുട്ടികൾ ഇന്നിറങ്ങുന്നു. സഞ്ജു സാംസൺ ഈ ഫൈനൽ മത്സരത്തിൽ ഇറങ്ങുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. 2007 മത്സരം പോലെ ആവേശകരമായൊരു മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്ന് രാത്രി 8 മണിക്ക്.